ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് എടുക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള S3 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ സബ്ജക്റ്റായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 30-24 സബ്ജക്റ്റ് കോഡ് വരുന്ന പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പൊതുവെ ഒരു ധാരണ ഇല്ലാത്തൊരു പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നമ്മൾക്ക് എന്തായാലും ബോർഡ് എക്സാം ആണല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും അത് പാസ്സായാലും നിർബന്ധിതരാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് എയിൽ നിങ്ങൾ സാധാരണ എക്സാം എഴുതുന്നതാണ്. S1 എഴുതിയിട്ടുണ്ട്, S2 എഴുതിയിട്ടുണ്ട്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 8 എഴുതിയാൽ മതി. അവിടെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. 3 നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ പാർട്ട് സിയിലാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വീതമാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾ ഇത് എഴുതണ്ട, ഏതെങ്കിലും 1 എഴുതിയാൽ മതി. ദെൻ അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും 1 മതി. അതുപോലെ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ ഈ ഒരു പാർട്ട് സിയിൽ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 അടക്കം. അതിലേതെങ്കിലും 6 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ആണോ? ഇതാണ് പൊതുവേ ഉള്ള നമ്മുടെ ഒരു പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എങ്ങനെ പഠിച്ചാൽ അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ കേസ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്? ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്? ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ എന്നുള്ളതാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ എ എന്ന് എഴുതിയാലും മാർക്ക് ഇടാറുണ്ട്, അല്ലെങ്കിൽ ആംബിയർ എന്ന് എഴുതിയാലും മാർക്ക് ഇടാറുണ്ട്. 1 മാർക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഒരു ആംബിയർ എന്നുള്ളതൊക്കെ എല്ലാവർക്കും പഠിച്ചു വെക്കാവുന്ന തന്നെ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡാഷ് ടു ദ കറൻറ്റ് ഫ്ലോയിങ് കറൻറ്റ്. നിങ്ങൾ പഠിച്ച ഓംസ് ലോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ V = I × R, ഇതായിരുന്നു ഓംസ് ലോ. ഇവിടെ വിയും ഐയും എങ്ങനെ ഇരിക്കണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. വിയും ഐയും എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ എഴുതേണ്ടത്. ഇക്വേഷൻ അല്ല, ഈ ഒരു കാര്യമാണ് എഴുതേണ്ടത്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്, ദ ടൈം ടേക്കൺ ബൈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് വേവ് ഈസ് നോൺ ആസ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം പീരീഡാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു AC വേവ് ഫോം കൺസിഡർ ചെയ്താൽ ആ AC വേവ് ഫോമിൻ്റെ ഒരു സൈക്കിളാണിത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈമിന് എന്താണ് പറയുക എന്നുള്ളതാണ് ടൈം പീരീഡ്. ഇതാണ് അവിടെ എഴുതേണ്ടത്. ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒക്കെ എന്താണ്, ഒറ്റ വേർഡിൽ എഴുതാൻ പറ്റുന്നത്, ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത്, ആ രീതിയിലായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഏതെങ്കിലും 2 ടൈപ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഏതെങ്കിലും 2 ഇവിടെ നോക്കിയേ, സ്പ്ലിറ്റ് ഫേസ് മോട്ടറുണ്ട്, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറുണ്ട്, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടറുണ്ട്, പെർമനൻ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടറുണ്ട്, ഷെയ്ഡഡ് പോൾ മോട്ടറുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നല്ല 2 പറഞ്ഞിട്ടുണ്ട്. 2 ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്ത്, നെയിം ദ സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ DC ഷണ്ട് മോട്ടോർ. DC ഷണ്ട് മോട്ടറിൽ നമ്മൾ ഏത് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ DC ഷണ്ട് മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യൽ, സപ്പോസ് ഇങ്ങനെ തന്നെ പഠിച്ചൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യനാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നമ്മൾ എന്ത് ചെയ്യുക, 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, DC സീരീസ് മോട്ടറാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യൽ ഏതാണ്, 2 പോയിൻറ്റ് സ്റ്റാർട്ടർ. DC ഷണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. DC കോമ്പൗണ്ട് DC കോമ്പൗണ്ട് മോട്ടറാണെങ്കിൽ നമ്മൾ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ.
ഡി സി ഷണ്ട് ആണെങ്കിൽ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ. ആലോചിക്കുക, നമുക്ക് 3 സ്റ്റാർട്ടേഴ്സേ ഉള്ളൂ. 2 പോയിൻറ്റ്, 3 പോയിൻറ്റ്, 4 പോയിൻറ്റ്. 2 പോയിൻ്റ് ആണെങ്കിൽ ഡി സി സീരീസ്, 3 പോയിൻ്റ് ആണെങ്കിൽ ഡി സി ഷണ്ട്, ദെൻ 4 പോയിൻ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് മോട്ടോർ. ഇതൊക്കെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ ഇതാനാണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 ഈക്വൽ ടു I1 ഡിവൈഡഡ് ബൈ I2 ഈക്വൽ ടു K. ഈ ഒരു ഇക്വേഷനാണ് നിങ്ങളവിടെ എഴുതി വെക്കേണ്ടത്. ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം Kക്ക് ഈക്വലായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ നമ്മൾ 1 മാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദെൻ അടുത്ത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം ആർ കാൾഡ്. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെ നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ആ ഡാഷിൻ്റെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് വാലൻസ് ഇലക്ട്രോൺ. ദെൻ അടുത്തത് ട്രാൻസിസ്റ്റർ കളക്ടർ ബേസ് റീജിയൻ. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ബേസ് റീജിയൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഇത്രയാണ് നിങ്ങളുടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ദെൻ നമ്മളിനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വെൻ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 ആർ കണക്റ്റഡ്. നമ്മൾ 3 റെസിസ്റ്റൻസ് വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ R1. ദെൻ അടുത്ത റെസിസ്റ്റൻസ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ R2 ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യുക. ദെൻ അടുത്ത റെസിസ്റ്റൻസ് R3. ഇങ്ങനെ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഞാനൊരു സിംഗിൾ റെസിസ്റ്റൻസ് വരച്ചാൽ ഈ റെസിസ്റ്റൻസിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. R1 + R2 + R3. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ആ ഇക്വേഷൻ എഴുതി വെക്കുക. ദെൻ ഈ 2 ഫിഗറും വരച്ച് വെച്ചാൽ അതിൻ്റെ ആൻസറായി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിഫൈൻ ദ ഫോളോയിങ് വിത്ത് റെസ്പെക്റ്റ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. എന്താണ് RMS വാല്യൂ, എന്താണ് പീക്ക് വാല്യൂ? ഇതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഫോർ ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് കറൻറ്റ് RMS ഈക്വൽ ടു the value of constant direct current would be produced same power dissipation in the resistive load. ഇതാണ് നമ്മുടെ RMS വാല്യൂ. അതായത് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നുള്ളതാണ്. ദെൻ അടുത്തത് നോക്കിയേ, പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു AC വേവ് ഫോം കൺസിഡർ ചെയ്താൽ, ഏതെങ്കിലും ഒരു വേവ് ഫോം കൺസിഡർ ചെയ്താൽ അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണോ അതാണ് അതിൻ്റെ പീക്ക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടില്ലേ. ദെൻ അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നുണ്ട്. സ്റ്റേറ്റ് ഓംസ് ലോ റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു ഓംസ് ലോൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു I. വോൾട്ടേജ് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് I. അതാണ് ഇവിടെ എഴുതിയത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറൻറ്റ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കറൻറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമ്മളൊരു മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ V ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും? R വരും, IR. ദെൻ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് V ഈക്വൽ ടു I × R. ഇതാണ് പിന്നെ ഇവിടെ തിരിച്ചെഴുതി I ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് V/R. I ഈക്വൽ ടു V/R തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ദെൻ അടുത്തത് നോക്കിയേ, സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് ദി ഫോളോയിങ് ഇൻ എ DC മോട്ടോർ. ഒരു DC മോട്ടറിൻ്റെ ഫങ്ഷനിൽ, അതായത് ഫോളോയിങ് പാർട്സിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ്. DC മോട്ടറിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും അവിടെ എന്താണ്? AC സപ്ലൈനെ DC ആക്കി മാറ്റുക എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റർ. ഇൻസ്റ്റെഡ് ഓഫ് കറൻറ്റ് ഫ്ലോയിങ് ത്രൂ റോട്ടർ വൈൻഡിങ് ഓൾവേസ് സെയിം ഡയറക്ഷൻ ദ പ്രോപ്പർ കോയിൽ റോട്ടേറ്റ് എനർജൈസ്ഡ് റെസ്പെക്ട് ദം. നമ്മുടെ ജനറേറ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജനറേറ്ററിൻ്റെ ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC കറൻറ്റിന് എന്ത് ചെയ്യുക? DC ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സപ്ലൈയിലോട്ട് DC ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു നമ്മുടെ കമ്മ്യൂട്ടേറ്റർ. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മളിവിടുന്ന് കൊടുക്കുന്ന DC കറൻറ്റിനെ മോട്ടറിലോട്ട് കൊടുക്കുമ്പോൾ ആർമേച്ചറിലോട്ട് AC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ദെൻ അടുത്തത് കാർബൺ ബ്രഷ്. എന്തിനായിരിക്കും കാർബൺ ബ്രഷ്? ഒരു റൊട്ടേറ്റിംഗ് പാർട്ടാണ് നമ്മുടെ ആർമേച്ചർ. മോട്ടറിൻ്റെ ഒക്കെ കേസിൽ ആർമേച്ചർ. ആ റൊട്ടേറ്റിംഗ് പാർട്ടിലോട്ട് നമുക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്താൽ, ഒരു വെൽഡ് ചെയ്തിട്ട് ഒരു സപ്ലൈയോട് ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ വെൽഡ് ചെയ്ത പോർഷനും കൂടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാർബൺ ബ്രഷ് കണക്ട് ചെയ്യും.
2 3 4 2 4 ഒക്കെ കണക്ട് ചെയ്യും. അത് ത്രൂ ആയിട്ട് എന്ത് ചെയ്യും, അതിലോട്ട് സപ്ലൈ കൊടുക്കും. അങ്ങനെ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാർബൺ ബ്രഷ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോർഷനിലോട്ട് പോവാണ്. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സിംഗിൾ ഫേസ് കപ്പാസിറ്റർ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സിംഗിൾ ഫേസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ്. സിംഗിൾ ഫേസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഫിഗറാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് വി ഉണ്ട്, ഇതിലൂടെ പാസ് ചെയ്യണ കറൻറ്റായി. ഇതിന് നമ്മുടെ മെയിൻ വൈൻഡിങ് ഉണ്ട്, സ്റ്റാർട്ടിങ് വൈൻഡിങ് ഉണ്ട്. ദെൻ നമ്മുടെ സ്ക്വിറൽ കേജ് റോട്ടർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട്. ഇത്രയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം ഈ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ റോട്ടർ എന്ത് ചെയ്യില്ല, സെൽഫ് സ്റ്റാർട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു ഫേസ് ഡിഫറൻസ് ഉള്ള രീതിയിലായിരിക്കണം സപ്ലൈ കൊടുക്കേണ്ടത്. അതിനാണ് ഇതിലൂടെ വരുന്ന സപ്ലൈനെ നമ്മൾ 2 വൈൻഡിങ്ങിലൂടെ ആയിട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ 90 ഡിഗ്രി ഫേസ് ആംഗിൾ ഡിഫറൻസിലായിരിക്കും ഈ ഒരു സ്ക്വിറൽ ഗേജ് റോട്ടറിലോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് പോണ വഴിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ആ വൈൻഡിങ്ങിൽ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലെന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ, റേറ്റഡ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സ്ക്വിറൽ ഗേജിൻ്റെ സ്വിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കും. അവിടെ സ്വിച്ച് ഓഫാക്കി ഇടുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ത് ചെയ്യും, നമ്മളെ സർക്യൂട്ടിൽ നിന്ന് ഒഴിവാകും. പിന്നെ ഫുള്ള് മെയിൻ വൈൻഡിങ് ആണ് ഈ കാര്യം, അതിലോട്ട് ഫീൽഡ് കറണ്ട് കൊടുക്കും, ഫീൽഡ് സപ്ലൈ ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്യും, അത് ഓൾറെഡി റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫീൽഡ് കിട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയാനുള്ളത്. ദെൻ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ച ട്രാൻസ്ഫോമർ, മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന ട്രാൻസ്ഫോമറിലൊക്കെ 2 വൈൻഡിങ് ഉണ്ടാവും. ഒരു പ്രൈമറിയിൽ ഒരു വൈൻഡിങ് ഉണ്ടാവും, സെക്കൻഡറിയിലും ഒരു വൈൻഡിങ് ഉണ്ടാവും. ഈ വൈൻഡിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും കോർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ പ്രൈമറിയിലുള്ള വൈൻഡിങ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് സെക്കൻഡറിയിൽ നമുക്ക് കറണ്ട് കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം ഒന്നാണ്, ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. പക്ഷേ പ്രൈമറിയിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടേൺസ് എന്താണ്, ടോട്ടൽ അവിടെ എത്ര ടേൺ ഉണ്ടോ ആ നമ്പർ ഓഫ് ടേൺസ് ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്താ, സെക്കൻഡറി NS എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസപ്പെടുമ്പോൾ അവിടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് കൊടുക്കല്ലേ, പ്രൈമറി, ദെൻ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, ഇതിലെന്ത് ചെയ്യും, വ്യത്യാസം വരും. നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എത്രയേ ഉള്ളൂ, നമ്മളൊരു VP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്താൽ, പ്രൈമറി വോൾട്ടേജ് കൊടുത്താൽ ആ വോൾട്ടേജ് എന്ത് ചെയ്യും, ഈ എൻറ്റയർ വൈൻഡിങ്സിനാണ് അത് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ NS എന്നുള്ള സെക്കൻഡറിയിലുള്ള ടേൺസ് ഇത്രേ വരുന്നുള്ളൂ, NS. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അവിടെ ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ചിലതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രൈമറി കുറച്ച് കൊടുത്തിട്ട് സെക്കൻഡറി എന്ത് ചെയ്യും, കൂട്ടി കൊടുക്കും. എങ്ങനെയായാലും ഇതെന്താണ്, ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ അവിടെ ഒരു സിംഗിൾ വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സിംഗിൾ വൈൻഡിങ് വെച്ചിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ദെൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഈസ് പ്രോസസ് ഹീറ്റിംഗ് ആൻ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് ഒബ്ജക്റ്റ് യൂസിങ് മെറ്റൽ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ത്രൂ ഹീറ്റ് ജനറേറ്റഡ് ഒബ്ജക്റ്റ് എഡി കറൻറ്റ്. ദ ഇൻഡക്ഷൻ ഫർണസ് ആർ ക്ലാസിഫൈഡ് ആസ് 2 ടൈപ്പാണ് നമുക്കിവിടെ പറയുന്നത്. ഒന്ന് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് ഉണ്ട്, കോർലെസ് ഉണ്ട്. ഒന്നുമില്ല, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറൊക്കെ വർക്ക് ചെയ്യണില്ലേ, നമ്മളൊരു പ്രൈമറിയിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണ്, ഇവിടെ നമ്മളൊരു കറണ്ട് കൊടുക്കുകയാണ് കരുതുക. അപ്പോൾ സെക്കൻഡറിയിൽ നമ്മൾ വെക്കുന്നൊരു പോട്ട് എന്തെങ്കിലും വെക്കുക. ആ പോട്ടിൽ വെക്കുമ്പോൾ ആ പോട്ടിൽ എന്ത് ചെയ്യും, ഒരു പാത്രമാണെന്ന് കരുതുക, ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ ഇതൊരു ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും. ആ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൽ ഒരു എഡി കറണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ എഡി കറണ്ട് ഒരു ലോസാണ് സംഭവം. ആ ലോസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട രീതിയിൽ ഹീറ്റ് യൂസ് ചെയ്യും. ഇതാണ് ഓപ്പറേഷൻ ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇവിടെ നടക്കുന്ന എന്താണ്, ഇൻഡക്ഷൻ ത്രൂ ആയിട്ടാണ് ഹീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്.
ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനാണ് നമുക്ക് പറയേണ്ടത്. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇവിടെ നമ്മളൊരു പ്രൈമറി വൈൻഡിങ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രൈമറി വൈൻഡിങ് എപ്പോഴും എന്താണ്, കോപ്പർ വയേഴ്സ് ആയിരിക്കും, കണ്ടക്റ്റിംഗ് വയേഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ കണ്ട ട്രാൻസ്ഫോമറിലൊക്കെ എന്താണ്, കോപ്പർ വയേഴ്സാണ്. ദെൻ ഇവിടെ ഒരു കോറുണ്ട്. കോറ് ഒരു മാഗ്നറ്റിക്കലി ട്രാൻസ്ഫേർഡ്, അതായത് മാഗ്നറ്റിക് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആയിരിക്കും. മിക്കവാറും അൽനിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറ്. സോഫ്റ്റ് അയൺ പീസാണ് കൊടുക്കാറ്. ദെൻ സെക്കൻഡറിയിലും ഒരു വൈൻഡിങ് ഉണ്ട്. സെക്കൻഡറിയിലും പ്രൈമറിയിൽ കോപ്പർ ആണെങ്കിൽ സെക്കൻഡറിയിൽ നമുക്ക് കോപ്പർ തന്നെ കൊടുക്കാം, കറണ്ട് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ദെൻ ഒരു ലോഡ്, അതെന്തായാലും ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്വേർഡിൽ ഒരു ലോഡ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലോട്ട് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ പാർട്സിൽ പറയുള്ളത്. ഇനി ഇവിടെ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ എന്താണ്, ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ നമ്മൾ തിൻ ഫിലിംസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, തിൻ പ്ലേറ്റുകളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്, ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ദെൻ അടുത്ത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ആണ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണ്, ഒരു AC സപ്ലൈനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. AC സപ്ലൈക്ക് രണ്ട് റീജിയൻ ഉണ്ട്, ഒരു പോസിറ്റീവ് റീജിയൻ ഉണ്ട്, ഒരു നെഗറ്റീവ് റീജിയൻ ഉണ്ട്. ഈ പോസിറ്റീവ് റീജിയൺ എന്ത് ചെയ്യും, റെക്ടിഫയറിൻ്റെ പോസിറ്റീവ്, റെക്ടിഫയർ ഡയോഡിന് നമ്മൾ രണ്ട് റീജിയനാണ്. ഇത് P ടൈപ്പ് റീജിയൻ, P ടൈപ്പ് സൈഡ്, ഇത് N ടൈപ്പ്, അതായത് P പോളാരിറ്റി വരുന്നത്, അതായത് ഹോൾസ് വരുന്ന സൈഡിൽ P, നെഗറ്റീവ് ഇലക്ട്രോൺസ് വരുന്നിടത്ത് N. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഡയോഡ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. ഫോർവേഡ് ബയാസ്ഡ്. എന്താണ് ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ, ഡയോഡിൻ്റെ Pയും നമ്മൾ കൊടുക്കുന്ന സപ്ലൈൻ്റെ പോസിറ്റീവും ഒരുമിച്ച് വരണം. ഡയോഡിൻ്റെ Pയും നമ്മൾ കൊടുക്കുന്ന സപ്ലൈൻ്റെ പോസിറ്റീവും ഒരുമിച്ച് വരണം. ഡയോഡിൻ്റെ Pൻ്റെ കൂടെ നമ്മുടെ കൊടുക്കുന്ന സപ്ലൈൻ്റെ നെഗറ്റീവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഈ പോസിറ്റീവ് P വരണം, അല്ലെങ്കിൽ നെഗറ്റീവ് N വരണം. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യണേ, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്തായിരുന്നു, ഒരു AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ AC സപ്ലൈൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നുണ്ട്. ആദ്യം വരൽ എന്താണ്, പോസിറ്റീവാണ് വരൽ. ആ പോസിറ്റീവ് വരുന്നത് എവിടെയാണ്, P ടൈപ്പ് മെറ്റീരിയലിലോട്ടാണ് അതിൻ്റെ പോസിറ്റീവ് വരുന്നത്. നമ്മൾ ആ ഗ്രാഫ് കൊണ്ടൊന്ന് വരക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശരിക്കും വരച്ചേക്കാം. നമ്മൾ ഗ്രാഫ് വരക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു AC സിഗ്നൽ കൊടുത്ത് ആ AC സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുള്ളതാണ് നമ്മൾ വരക്കുന്നത്. ആദ്യം നമ്മുടെ പോസിറ്റീവ് ടെർമിനലുകൾ, പോസിറ്റീവ് ഇൻപുട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, റെക്ടിഫയറിൻ്റെ P ടൈപ്പിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് ഡയോഡ് അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യും. ദെൻ അടുത്ത ഇൻസ്റ്റൻറ്റിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആകുമ്പോൾ നോക്കിയേ, നെഗറ്റീവ് P ടൈപ്പ് മെറ്റീരിയലിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അവിടെ അത്രയും റീജിയനിൽ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അത് 0 തന്നെ ഇങ്ങനെ നിൽക്കും. ദെൻ അടുത്ത ഇൻസ്റ്റൻറ്റിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് വീണ്ടും ഇങ്ങനെ പോസിറ്റീവ് വരില്ലേ, അപ്പോൾ ആ പോസിറ്റീവ് വരുമ്പോൾ അതിനെ കണ്ടക്ട് ചെയ്യും. ഇതാണ് വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇവിടെ നമ്മൾ CROയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോഴ്സ് എപ്പോഴും ഒരു AC വേവ് ഫോം ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവിനെ റെക്ടിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇതാണ് നിങ്ങളുടെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ. ഇതാണ് ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണേ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് BJT. BJT എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ NPN എന്നുള്ള BJT ആണ് യൂസ് ചെയ്യണത്. ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു നെഗറ്റീവ് പോസിറ്റീവ് N ടൈപ്പിലോട്ട് നെഗറ്റീവ് വരുന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഈ ഒരു ജംഗ്ഷനാണ് നോക്കുന്നത്. ഈ ജംഗ്ഷൻ എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. അതായത് ഇതിൽ ഒരു BJTയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 കാര്യങ്ങളുള്ളത്. ഇവിടെ ഒരു എമിറ്റർ ഉണ്ടാവും, സെൻട്രലിലെ പോർഷൻ ബേസ്, ലാസ്റ്റിലെ പോർഷൻ കളക്ടർ.
അത് അറിഞ്ഞിരിക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ എമിറ്റർക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ബേസിൽ പോസിറ്റീവാണ്. അപ്പോൾ ഈ ജംഗ്ഷൻ എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. അടുത്ത ജംഗ്ഷൻ നോക്കിയേ, ഈ നെഗറ്റീവ് വന്നിട്ടാണ് ബേസിലോട്ട് കൊടുത്തിട്ടുള്ളത്. ബേസിലത്തെ പൊളാരിറ്റി എന്താണ്, പി ആണ്. ദെൻ കളക്ടറിൻ്റെ ഈ ഒരു ലെഗിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, പോസിറ്റീവാണ്. അവിടുത്തെ പൊളാരിറ്റിയോ എൻ ആണ്. അപ്പോൾ ഇതെന്താണ്, റിവേഴ്സ് ബയാസ്ഡ് റീജിയൻ ആണ്. ഇത്രയും ഓക്കെ അല്ലേ. ഇനി ഇവിടെ സംഭവിക്കുന്ന കാര്യം നോക്കിയേ, നമ്മളിവിടെ NPN ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ നിന്ന് സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുമ്പോൾ പൊളാരിറ്റി നോക്കിയേ, നെഗറ്റീവ് പോസിറ്റീവ്. ഇലക്ട്രോൺസ് നെഗറ്റീവിൻ്റെ ഉള്ളിലൂടെ വന്ന് ഇവിടെ എത്തി. ഇത് ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എളുപ്പം പാസ് ചെയ്തു പോകും. ദെൻ ഇവിടുന്ന് നമ്മളൊരു എക്സ്ട്രാ ഒരു പൊളാരിറ്റിയും കൂടി കൊടുക്കുന്നുണ്ട്. ആ പൊളാരിറ്റീൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൂടെ എൻറ്റയർലി പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പാസ് ചെയ്യും, ഇലക്ട്രോൺസ് പാസ് ചെയ്യും. ഇലക്ട്രോണിൻ്റെ ഫ്ലോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറൻറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോൺ എങ്ങനെയാണോ പാസ് ചെയ്യണേ അതിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും കറൻറ്റ് ഫ്ലോ ചെയ്യണത്. അതാണ് ഇവിടെ I എന്നുള്ളത് ഈ ഡയറക്ഷനിൽ, IC എന്നുള്ള ഈ ഡയറക്ഷനിൽ, IB എന്നുള്ള ഈ ഡയറക്ഷനിലും കൊടുക്കാൻ കാരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നത് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. ഇത് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പാർട്ട് സിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യാണ്, ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. കോയിലിന് ലിങ്ക് ചെയ്യുന്നുണ്ട്. 250 ടേൺസ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് 250. ഇനീഷ്യലി അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സ് എത്രയാണ്, 1.4 വെബർ. ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ അടുത്തതോ, ഫൈനൽ ഫ്ലക്സ് എത്രയാണ്, 2 വെബർ. എത്ര സമയം കൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടായത്, 0.45 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ -d∅dt അല്ലെങ്കിൽ N d∅dt എന്നുള്ളത്. ആ ഇക്വേഷൻ പ്രകാരം തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ആ ഇക്വേഷൻ പ്രകാരം ചെയ്യാണ്. ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചേഞ്ച് ഇൻ ഫ്ലക്സ്, ഫ്ലക്സിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ്. ആദ്യം ഫൈനൽ ഉണ്ടായത് എത്ര, 2. ആദ്യം ഉണ്ടായിരുന്നതോ 1.4. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടില്ല എത്ര, 0.6 വെബർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതാണ് അവിടെ ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ഇൻ ഫ്ലക്സ്. ദെൻ അവിടെ എടുത്ത ടൈം DT ആണ് വേണ്ടത്. DT അവിടെ എടുത്ത ടൈം എത്രയാണ്, 0.45 സെക്കൻഡ്. ഓക്കെ ആണോ? ദെൻ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകുന്നത്, നമുക്ക് കണ്ടെത്താൻ പറഞ്ഞില്ല ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ N d∅dt എന്നുള്ളതാണ്. എൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ട് 250 ടേൺസ് ഉണ്ട് എന്നുള്ളത്. നമ്പർ ഓഫ് ടേൺസ് ആണ് N, 250 ഇൻറ്റു 0.6 അവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ 0.45. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. 333.33 ഇത്രയും വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്, നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന രീതിയിലുള്ള സിമ്പിൾ ഒരു ഇക്വേഷൻ മാത്രം ഓർമ്മയിലുണ്ടായാൽ മതി. ദെൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ലോഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ലോഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ പറയുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, അവിടെ നമ്മൾ ലോഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നവംബർ മന്തിലെ ബില്ലാണ് നമുക്ക് കാണേണ്ടത്. അവിടുത്തെ എനർജി ബില്ല് കാണേണ്ടതാണ്, നവംബർ മന്തിലെ ബില്ലാണ് കാണേണ്ടത്. ഒരു യൂണിറ്റിന് വരുന്ന അല്ലെങ്കിൽ കിലോ വാട്ട് അവറിന് വരുന്ന ഈ പൈസ എത്രയാണ്, RS 4 രൂപയാണ്. ഇനി അവിടെ തന്നിട്ടുള്ള ലോഡുകളുണ്ട്. 20 വാട്ട്സിൻ്റെ LED ബൾബുണ്ട്. 20 വാട്ട്സിൻ്റെ LED ബൾബുണ്ട്. എത്ര ഉണ്ട്, 10 എണ്ണം ഉണ്ട്. എത്ര മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്, 12 മണിക്കൂർ ഒരു ഡയൽ റൺ ചെയ്യുന്നുണ്ട്. അടുത്തതോ 80 വാട്ട്സിൻ്റെ ഫാന് എത്ര മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്, 5 മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്. ദെൻ 5 എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, 8 മണിക്കൂർ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 250 വാട്ട്സിൻ്റെ AC 2 എണ്ണം ഉണ്ട്, അതെന്താണ് 6 മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ലോഡൊന്ന് നോക്കിയേ, 20 വാട്ട്സിൻ്റെ LED ആണ്. അപ്പോൾ നമ്മൾ അതാണ് എഴുതുന്നത്, 20 വാട്ട്സിൻ്റെ LED. എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം. ദെൻ അതിൻ്റെ എത്ര മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്, 12 മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്. ഇത് ഇൻറ്റു ആക്കണേ, ഇൻറ്റു. അപ്പോൾ 20 × 10 × 12, 20 × 10 × 12 എത്ര കിട്ടുക ഉത്തരം, 2400 വാട്ട്സാണ് ഒരു ദിവസത്തെ കൺസപ്ഷൻ.
ഒന്നുകൂടി പറയാം, 20 വാട്ട്സിൻ്റെ LED 10 എണ്ണം ഉണ്ട്. അത് ഓരോന്നും 12 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 2400 വാട്ട്സ്. ദെൻ അടുത്തത് നോക്കിയേ, 80 വാട്ട്സിൻ്റെ 5 ഫാന് എത്ര മണിക്കൂർ റൺ ചെയ്യണേ? 8 മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടും? 80 × 5 × 8 3200 കിട്ടും. 3200. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയാൽ 20 × 10 × 12 2400. ഇവിടെ 80 × 5 × 8 80 × 5 × 8 3200. ഇനി എന്താ ഒരു ലോഡും കൂടി ഉണ്ടാവുമല്ലോ, 250 വാട്ട്സിൻ്റെ എത്ര AC ഉണ്ട്? 2 AC. എത്ര മണിക്കൂർ റൺ ചെയ്യണേ? 6 മണിക്കൂർ. അപ്പോൾ ഒന്ന് നോക്കി എത്ര കിട്ടുന്നതെന്നുള്ളത്. 250 × 2 × 6. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും 3000 വാട്ട്സ്. എല്ലാം വാട്ട്സാണ്. ഇതാണ് അവിടുത്തെ ടോട്ടൽ കൺസപ്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസത്താണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 2400 കൂട്ടണം 3200 ആഡ് ചെയ്യുക 3000 കിട്ടുക 8600 വാട്ട്സ് കിട്ടും. ഇത് ഒരു ദിവസത്തെ കൺസപ്ഷനാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നവംബർ മന്തിലെ ബില്ലാണ്. നവംബർ മാസത്തിൽ നമുക്കറിയാം 30 ദിവസമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 8600നെ 30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 8600നെ 30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഒരു അപ്രോക്സിമേറ്റ് 25800 എന്ന് കിട്ടും. സോറി, ഇത്രയും സീറോ വരും. ഇത്രയും വാട്ട്സാണ് നമുക്ക് എന്ത് ചെയ്യുക? ഒരു മാസത്തിൽ കൺസപ്ഷൻ വരണേ. നമ്മളിനി എന്ത് ചെയ്യുക? ഇത്രയും വാട്ട്സിന് എന്ത് ചെയ്യണം? കിലോ വാട്ട്സ് കാക്കണം. അപ്പോൾ കിലോ വാട്ട്സ് കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25.800 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 0 പോയി. ബാക്കി എന്ത് കിട്ടും? 258 കിലോ വാട്ട്സ് അവർ കിട്ടും. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഇത് മാത്രം കണ്ടാൽ മതിയോ? 1 കിലോ വാട്ട്സ് അവറിന് നമുക്കൊരു വില ഇട്ടിട്ടുണ്ട്. 1 കിലോ വാട്ട് അവറിന് ഒരു എമൗണ്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ട എത്രയാണ്? നമ്മളിവിടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയാൽ കാണാം, 1 കിലോ വാട്ട് അവറിന് നമ്മൾ കൊടുക്കേണ്ട വില എത്രയാണ്? 4 രൂപ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിലോ വാട്ട് അവർ ഉണ്ട്? 288 ഉണ്ട്. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 288 × 4 1032. 288 × 4 ചെയ്താൽ അങ്ങ് കിട്ടും 1032. ഇത്രയും രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? ബില്ലായിട്ട്, കറണ്ട് ബില്ലായിട്ട് കൊടുക്കണം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പഠിക്കുക. ദെൻ അടുത്തത് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന അടുത്ത 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോർ. DC മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫീൽഡ് കണക്ഷൻ. ഫീൽഡ് കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ആദ്യം ഞാൻ പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറാണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ. ആർമേച്ചർ ഉണ്ട് ഇവിടെ. ഫീൽഡ് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഫീൽഡ് കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് കണക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ. ഇനി സെൽഫ് എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ സീരീസ് മോട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. ആർമേച്ചറിൻ്റെ അതേ ലെഗ് തന്നെ ആയിരിക്കണം ഫീൽഡും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ടൈപ്പ് മോട്ടറിന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് മോട്ടോർ. ദെൻ ഷണ്ട് മോട്ടറുണ്ട്. ഷണ്ട് മോട്ടറിൽ ആർമേച്ചറിന് ഷണ്ടായിട്ട്, ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് ഷണ്ടായിട്ട് പാരലായിട്ടാണ് ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഫീൽഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് നമ്മൾ ഷണ്ട് മോട്ടർ എന്ന് പറയും. ദെൻ അടുത്തുണ്ട് കോമ്പൗണ്ട് മോട്ടറുണ്ട്. കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന് ഷണ്ടായിട്ട് പാരലായിട്ട് നമ്മളൊരു ഫീൽഡും കണക്ട് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ടൊരു ഫീൽഡും കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഫീൽഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ നീറ്റ് സ്കെച്ച് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദി വർക്കിംഗ് ഓഫ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഒരു വർക്കിംഗ് പറയുന്നതിന് 3 മാർക്ക്, ഈ ഒരു ഫിഗർ വരച്ച് വെക്കുന്നതിന് 4 മാർക്ക്. ഈ ഒരു സ്പ്ലിറ്റപ്പാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 3 ലൈൻസ് 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ 3 ഫേസ് സപ്ലൈ ഫ്യൂസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? നേരെ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചിലോട്ട് പോകുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഡെൽറ്റയോ അത് ഇവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്, അതിലോട്ട് കണക്ട് ചെയ്യും. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്?
ഒരു കണക്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ലെഗിലോട്ട് A1 A2 ഇങ്ങനെയാണ് സ്റ്റാറിൽ വരൽ. A2 ഇവിടെയൊക്കെ A1 ആയിരിക്കും, ഇവിടെ B1, ഇവിടെ ആണെങ്കിലോ C1, ഇവിടെ C2 B2. ഈ A2 എന്നുള്ള ടെർമിനൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, 3 ഫേസ് സപ്ലൈയിൽ ഓരോ ഫേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ മിഡിലാണ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ കണക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത കാര്യത്തിലോട്ട് പോകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് എ നീറ്റ് സ്കെച്ച് ഡയഗ്രാം. ഈ സ്കെച്ച് ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് നിങ്ങൾക്ക് ഇവിടെ 4 മാർക്ക്. ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിനാണ്. ഇനി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷണൽ പാർട്സാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ ഒരു ഷാഫ്റ്റ് ഇവിടെ ഉണ്ടാവും. ഒരു ഷാഫ്റ്റ് ഉണ്ട്. ദെൻ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആർമേച്ചർ കോയിലാണോ റോട്ടർ റിങ്സ് ആണോ റോട്ടർ ബാർസ് ഉണ്ട്. കണ്ടോ, റോട്ടറാണ്. ഈ കിടന്ന് തിരിയുന്ന ഇത്രയും പോർഷനാണ് നമ്മുടെ റോട്ടർ. അതിന് പുറത്തിരിക്കുന്ന എല്ലാം എന്താണ്, സ്റ്റാർട്ടറാണ്. ദെൻ ഈ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള കുറേ റെക്റ്റാങ്കിൾ പീസുകളുണ്ട്. അതെല്ലാം എന്താണ്, സ്റ്റാർട്ടർ വൈൻഡിങ്സ് ആണ്. സ്റ്റാർട്ടറിൻ്റെ വൈൻഡിങ്സ് ആണ്. 3 ഫേസ് സ്റ്റാർട്ടർ വൈൻഡിങ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇങ്ങനെ ഒരു ചെറിയ കുഴി പോലെ കൊടുത്തിട്ടില്ലേ, ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാർട്ടർ സ്ലോട്ട്. ദെൻ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടിരിക്കുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർട്ടർ കോർ. ആ സ്റ്റാർട്ടർ കോർ ഇരിക്കുന്ന ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർട്ടർ ഫ്രെയിം. പിന്നെ ഇത് അതിൻ്റെ ഹൂക്ക്, അതിനെ നമ്മൾ ആണ്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇനി റോട്ടറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ടെർമിനൽ ബോക്സ് ഉണ്ടാവും. നിങ്ങളൊരു മോട്ടർ കണ്ടാൽ ആ മോട്ടറിൻ്റെ പുറത്തൊരു ബോക്സ് പോലൊരു സാധനം ഉണ്ടാവും, ടെർമിനൽ ബോക്സ് ഉണ്ടാവും. ദെൻ റോട്ടറിൻ്റെ ഉള്ളിൽ കുറേ ത്രികോണാകൃതിയിലുള്ള സാധനം കണ്ടോ, ത്രികോണാകൃതിയിലല്ല, ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ റൗണ്ട്സ് കണ്ടോ, അതാണ് റോട്ടർ ബാർസ്. ഈ റോട്ടർ ബാറിൻ്റെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വിസിബിളായിട്ടുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ് റിങ്സ് എന്ന് പറയുന്നത്. വിസിബിളായിട്ടുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ് റിങ്സ്. ദെൻ ഇതൊരു സ്ക്വിറൽ കേജ് റോട്ടറാണ്. സ്ക്വിറൽ കേജ് റോട്ടറുണ്ട്, സ്ലിപ്പ് റിംഗ് റോട്ടറുണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബേസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ പാർട്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. സ്കെച്ച് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് DOL സ്റ്റാർട്ടിങ്. DOL സ്റ്റാർട്ടറിൻ്റെ വർക്ക് സ്കെച്ചാണ് വേണ്ടത്. സ്കെച്ചിന് നമുക്ക് കൊടുക്കുന്ന മാർക്ക് 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ 4 മാർക്ക് നിങ്ങളുടെ ഈ വരക്കുന്ന സ്കെച്ചിനാണ്. ഈ സ്കെച്ചിൽ എന്തെല്ലാം വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഫ്യൂസസ് ഉണ്ടാവും, ഓരോ ഫേസിനും ഓരോ ഫ്യൂസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബാർ പോലത്തെ ഒരു കണക്ഷൻ ഉണ്ട്. ദെൻ ഇവിടെ OLC എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ ഉണ്ട്. ദെൻ റിമോട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്, സ്റ്റോപ്പ് സ്വിച്ചും ഉണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ DOL സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്വിച്ചാണ്. ഡയറക്റ്റ് ഓൺലൈനാണ്. നമ്മൾ സപ്ലൈ ഓണാക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പുഷ് ചെയ്ത് കൊടുത്ത് ഈ M എന്നുള്ള ഇതിൽ എന്ത് ചെയ്ത് കയറി പിടിച്ച് ഇവിടെയൊക്കെ എന്ത് ചെയ്യും, കോൺടാക്റ്റായി ഇതിലൂടെ ഡയറക്റ്റായിട്ട് മോട്ടറിലോട്ട് സപ്ലൈ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ D എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം എന്ത് ചെയ്യും, ഇങ്ങോട്ട് വലിക്കൂലേ. ഇവിടെയൊക്കെ കോയിൽസ് ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് വലിക്കും. ഈ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു പാരലൽ പാത്തും കൂടി നടക്കുന്നുണ്ട്. ദെൻ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സാക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സപ്ലൈ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്. ആ സ്റ്റോപ്പ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇവിടെ ഓപ്പൺ ആവുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ ഇനി സപ്ലൈ ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ലിവർ ആം എന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ തിരിച്ച് വലിക്കും. അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ള സപ്ലൈനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വലിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഓഫായി പോകും. ഇതാണ് DOL സ്റ്റാർട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ദെൻ അടുത്തത് ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് EMF ഇക്വേഷൻ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷനാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് 0 ആണ്. നമ്മൾ ഇവിടെ മാക്സിമത്തിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ്, 5M. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് d∅ അത് എത്രയായിരുന്നു, 0 ലാസ്റ്റ് ഉണ്ടായത് എത്രയാണ്, 5M. ആദ്യം ഉണ്ടായിരുന്നതോ 5. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ചേഞ്ച്. ഇത് നമുക്ക് 5M നിന്ന് 0 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 5M ആണല്ലോ. ഇനി അവിടെ ഉണ്ടാകുന്ന d∅ വാല്യൂ കിട്ടിയിട്ടാണ് d∅, അത് ഞാനിവിടെ മാറ്റി എഴുതുന്നത് d∅ വാല്യൂ 5M.
ദെൻ അടുത്ത കാര്യത്തിലോട്ട് പോകുന്നു. നമ്മൾ ഈ ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം കൊടുത്ത് നോക്കിയേ, ഇവിടുന്ന് ഇതുവരേക്ക് എടുക്കുന്ന സമയം എടുത്തിട്ടുള്ളൂ. ആ ടൈം എത്രയാണ്? T/4. നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമുണ്ട്. ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/f ആണെന്നറിയാം. ടി എന്ന് പറഞ്ഞാൽ 1/f ആണെന്നറിയാം. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. T/4 പകരം T/4 പകരം നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് പകരം 1/f കൊടുക്കാം. 1/f ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യും? 1/4f എന്ന് വരൂല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് കിട്ടി. എത്രയാണ്? 5m. ചേഞ്ച് ഇൻ ടൈമോ 1/4f എന്നുള്ളത് കിട്ടി. ചേഞ്ച് ഇൻ ടൈം 1/4f. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി നമുക്ക്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തന്നെ വായിക്കാം. ഇവിടെ ഉണ്ടാകുന്ന ആവറേജ് ഫ്ലക്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5m ഡിവൈഡഡ് ബൈ T/4 പകരം 1/4f ആണ്. 1/4f. ഈ ഡിനോമിനേറ്ററിലുള്ള 4f എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് കിട്ടില്ല എത്ര? 5m 4f എന്ന് കിട്ടും. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ആവറേജ് ഫ്ലക്സ്. നമുക്കറിയാവുന്ന അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോകുന്ന ആവറേജ് ഫ്ലക്സ് എത്ര കിട്ടിയത്? 5m 4f. ഇനി നമുക്കറിയാവുന്ന അടുത്ത കാര്യം ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ. ഒരു കോയിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് പെർ ടേൺ ഈക്വലാണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF, ഒരു ടേണിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വലാണ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അത് ഞാനുണ്ട് എഴുതി. ദെൻ അടുത്ത കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോം ഫാക്ടർ കൊണ്ട് കിട്ടിയ വാല്യൂവിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഫോം ഫാക്ടർ കൊണ്ട് കിട്ടിയ വാല്യൂവിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൽ എങ്ങനെയാണ്? 1.11 ആണ് ഫോം ഫാക്ടർ. അതിൻ്റെ കൂടെ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ ഉണ്ട് 4/5f ആണ്. ദെൻ അടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 4.445mf. ഇത് കിട്ടൂലേ? ഇതാണ് ഒരു ടേണിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF, ഒറ്റ ടേണിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താ? ഒരു ടേണിലാണോ? നമ്മളിവിടെ പ്രൈമറി കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ പ്രൈമറിയിൽ N1 ടേൺസ് ഉണ്ട്. പ്രൈമറിയിൽ N1 ടേൺസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? N1 ടേൺസിന് ഉണ്ടാവുന്നത് കാണണം ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് തന്നെയാണ് 4.445mf പിന്നെ ഒരു N1 കൂടി മൾട്ടിപ്പിൾ ചെയ്യാം. ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം. ഇൻഡ്യൂസ്ഡ് EMF ഓൺ ദി N1 ടേൺസ്. ദെൻ അടുത്ത ഇതേപോലെ തന്നെ സെക്കൻഡറിയുടെ കാണുമ്പോഴോ ഇൻഡ്യൂസ്ഡ് EMF ഓൺ ദി സെക്കൻഡറി. ഇതാണ് EMF ഇക്വേഷനായിട്ട് പറയുന്നത്. ദെൻ ഇത്ര എഴുതുന്നതിനാണ് നിങ്ങൾക്ക് 7 മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ ഫർണസിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആദ്യം എന്ന് പറയുന്നുണ്ട്. ഒരു മോൾഡഡ് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലക്സ്, അതായത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി കോയിൽ വൈൻഡിങ് കൊടുക്കുന്നുണ്ട്, എഡി കറൻറ്റ് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഫർണസ് ബോഡി ഉണ്ട്, ദെൻ ഒരു കാർട്ടിലേജ് എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളിവിടെ പ്രൈമറി വൈൻഡിങ്സ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബോഡി വരുന്നത്, നമ്മുടെ പാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് ചുറ്റിലും നമ്മളൊരു വയർ വെച്ചിട്ട് പ്രൈമറി കോയിൽസ് വെച്ചിട്ട് വൈൻഡ് ചെയ്യാണ്. അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇതിലോട്ട് എന്ത് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF വരില്ലേ? ഈ ഒരു ഇലക്ട്രിക് കണ്ടക്റ്റിംഗ് മെറ്റീരിയലായിട്ടുള്ള ഈ ഒരു പാത്രം തന്നെ പറയാം. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് EMF വരും. ആ ഇൻഡ്യൂസ്ഡ് EMF ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? എഡി കറൻറ്റ് ഉണ്ടാവും. ആ എഡി കറൻറ്റാണ് ഈ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? എഡി കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോസാണ്. ആ ലോസ് കാരണം അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? മോൾട്ടഡ് മെറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് എ നീറ്റ് ഡയഗ്രാം. ഒരു നീറ്റ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് എ നീറ്റ് ഫിഗർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അവിടെ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്.
ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എ സി സിഗ്നലാണ് കൊടുക്കുന്നത്. എ സി ഇൻപുട്ടുള്ള സപ്ലൈ ആണ് കൊടുക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരുന്നത്. ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ ഇത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയാണ് ഈ കാണുന്നത്. ഇത് സെക്കൻഡറി തന്നെ നമ്മൾ സെൻറ്ററിൽ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ലോഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈമറിയിൽ നിന്ന് സപ്ലൈ കൊടുത്ത് സെക്കൻഡറിയിലോട്ട് എത്തുമ്പോൾ ഈ കോയിലിൻ്റെ മുകളിൽ പോസിറ്റീവ് വരും, താഴെ നെഗറ്റീവ് വരും. ഫസ്റ്റത്തെ ഹാഫ് സൈക്കിളല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ മേലെ പോസിറ്റീവും താഴെ നെഗറ്റീവും. അപ്പോൾ നമ്മൾ ഡയോഡ് D1 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. കാരണം എന്താ, ഈ പോസിറ്റീവ് പി ടൈപ്പ് മെറ്റീരിയലിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ കണ്ടക്ട് ചെയ്യും. കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ആരോ മാർക്ക് കാണിച്ച ഡയറക്ഷനിൽ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലോഡ് റെസിസ്റ്ററിൽ കയറുന്ന കറണ്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലം പോസിറ്റീവ്, ഇറങ്ങുന്ന സ്ഥലം നെഗറ്റീവ്. ദെൻ എന്ത് ചെയ്ത് ട്രാൻസ്ഫോമറിലോട്ട് തന്നെ റിട്ടേൺ പാത്ത് പോയി. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്ത് കറണ്ടിനെ കണ്ടക്ട് ചെയ്ത്. ദെൻ അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഇവിടുത്തെ പോസിറ്റീവ് മാറി നെഗറ്റീവ് എന്ത് ചെയ്യും, പോസിറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവ് ആവും. ഇവിടെ പോസിറ്റീവ് ആവണോണ്ട് തന്നെ ഇതിലൂടെ വരുമ്പോൾ ഈ D2 എന്ന് പറഞ്ഞ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. D2 എന്ന് പറഞ്ഞ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത് എവിടെയാണ്, ഈ RL എന്ന് പറഞ്ഞ ലോഡിന് ക്രോസ് ആയിട്ടാണ് നമ്മൾ CRO എന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ നോക്കുക, ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പാത്ത് ഈ RL എന്ന് പറഞ്ഞ റെസിസ്റ്ററിൻ്റെ പാത്ത് എങ്ങനെയാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോഴും എൻട്രി ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. നേരത്തെ പാത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, കറണ്ടിനെ ലോഡിൽ കണ്ടക്ട് ചെയ്യും. ദെൻ അടുത്ത ഇൻസ്റ്റൻറ്റിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് ഒരു AC വേവ് ഫോമിനെ കടത്തി വിട്ടാൽ നമുക്ക് കിട്ടൽ എങ്ങനെയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് മാത്രമുള്ള ഒരു റെക്ടിഫയർഡ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഇതാണ് സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഡയഗ്രത്തിലോട്ട് പോകണം. ഓക്കെ, നമ്മളടുത്ത ക്വസ്റ്റ്യനാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. നമ്മളിവിടെ ഒരു ട്രാൻസിസ്റ്റർ ആക്സസ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സിമ്പലാണ് വരച്ചിട്ടുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. ഈ ബേസ് എമിറ്റർ സെക്ഷനിൽ എമിറ്റർ റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ എമിറ്റർ കളക്ടർ റീജിയനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. നമ്മൾ എമിറ്റർ ബേസ് റീജിയനിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ്ങിലി നമുക്ക് എന്ത് ചെയ്യും, നമ്മളവിടെ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനും ഉണ്ട്. അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാച്ചുറേഷൻ റീജിയൻ എത്തുന്നവരേക്ക് എന്ത് ചെയ്യും, ഇതൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതായത് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, 0ന്ന് ഹൈയിലോട്ട് മാറുക, അല്ലെങ്കിൽ ഹൈന്ന് ലോയിലോട്ട് മാറുക. ഇവിടെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, ഹൈ വോൾട്ടേജിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലോ വോൾട്ടേജിലോട്ട് മാറുകയാണ്. അതൊരു സ്വിച്ചിങ് ആക്ഷനാണ്. അതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്. ഇലക്ട്രിക് ഡ്രൈവ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതാണ് ഇലക്ട്രിക് ഡ്രൈവ്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് പറയുന്നത്. ഒന്ന് സോഴ്സ്, ദെൻ അടുത്ത് പവർ മോഡുലേറ്റർ, മോട്ടർ, ലോഡ്, കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻസിങ് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട്, കമാൻഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ എന്തായിക്കോട്ടെ, എനർജി കൊടുക്കുന്ന സാധനം എന്താണ്, അതിനെ സോഴ്സ് എന്ന് പറയും. ദെൻ ഒരു പവർ മോഡുലേറ്റർ ഉണ്ട്, അതെന്താണെന്നുള്ളതിലോട്ട് വരാം. ദെൻ മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന സോഴ്സ് ഒരു ഇലക്ട്രിക് സോഴ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആ ഇലക്ട്രിക് സോഴ്സ് വെച്ചിട്ട് നമ്മുടെ ലോഡിനെ ആക്ട് ചെയ്യണം. ലോഡിന് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മോട്ടർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന സോഴ്സ് മാത്രം കൊടുത്ത് മോട്ടർ റൺ ചെയ്താൽ ആ മോട്ടറിലോട്ട് ലോഡ് മാറുന്നില്ല എന്നിരുത്തുക. നമ്മൾ ഒരു അസ്യൂമിൽ ഒരു ലോഡ് കൊടുത്ത് ലോഡ് മാറുന്നില്ല, ലോഡ് ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെൻസിങ് യൂണിറ്റ് എന്ത് ചെയ്യും, സെൻസ് ചെയ്തിട്ട് അത് കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് നമ്മൾ സെൻസ് ചെയ്ത് കിട്ടിയ യൂണിറ്റും ഓൾറെഡി നമ്മൾ ഇൻപുട്ട് കമാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതും കൂടി കമ്പയർ ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന സോഴ്സിലുള്ള ആ ഒരു എനർജി കൊണ്ട് അതെന്ത് ചെയ്യില്ല, ലോഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പവർ മോഡുലേറ്ററിലോട്ട് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യും, കുറച്ചും കൂടി സോഴ്സ് കൂട്ടി കൊടുക്കണം. അപ്പോൾ പവർ മോഡുലേറ്റർ എന്ത് ചെയ്യും, ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ലോഡിലോട്ട് കൊടുക്കും. അപ്പോൾ മോട്ടർ കുറച്ചും കൂടി സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ലോഡ് എടുക്കുന്ന രീതിയിലോട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും, ലോഡ് വീണ്ടും മാറും. ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്.
ഡ്രോ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ് SCR. SCRൻ്റെ വർക്കിംഗ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. SCRൻ്റെ ഒരു ബേസിക് ഗ്രാഫാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ലാച്ചിങ് കറൻറ്റ്. ഈ പോയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡിംഗ് കറൻറ്റ്. രണ്ടും ഒന്ന് ഓർത്തേക്കുക, ലാച്ചിങ് കറൻറ്റും ഹോൾഡിംഗ് കറൻറ്റും. എന്താണ് ലാച്ചിങ് കറൻറ്റ്, എന്താണ് ഹോൾഡിംഗ് കറൻറ്റ്? ഒരു SCR ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ SCRലോട്ട് നമ്മൾ സപ്ലൈ ഇങ്ങനെ കൂട്ടി കൊടുത്ത് എത്ര കൂട്ടി കൊടുത്താലും എന്ത് ചെയ്യില്ല, SCR ഓൺ ആവില്ല. അവിടെ എന്ത് ചെയ്യണം, ഗേറ്റ് പൾസ് കൊടുക്കണം. ഗേറ്റ് പൾസ് കൊടുത്താൽ SCR എന്ത് ചെയ്യും, പിന്നെ ഓണായിട്ട് അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്തോളും. അപ്പോൾ നമ്മൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരില്ലേ SCR ഓൺ ആവാൻ. ആ മിനിമം എനർജി കൊടുക്കുന്ന കറൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ലാച്ചിങ് കറൻറ്റ്. മിനിമം സപ്ലൈ കറൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ലാച്ചിങ് കറൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ലാച്ചിങ് കറൻറ്റ് ഇട്ട് ഇനി ഇതിങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടുന്ന് ആദ്യത്തെ കറൻറ്റിൻ്റെ റേറ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ കറൻറ്റിൻ്റെ റേറ്റ് എന്ത് ചെയ്ത് നമ്മൾ കൊടുത്ത ആ ഒരു എമൗണ്ട് എത്തി. അതും കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചാലും എന്ത് ചെയ്യും, നമ്മുടെ SCR കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഇൻസ്റ്റൻ്റ് എത്തുമ്പോൾ SCR എന്ത് ചെയ്യും, ഓഫായി പോകും. അപ്പോൾ ആ ഒരു മിനിമം റേഞ്ച് ഉണ്ടാവുമല്ലോ, മിനിമം റേഞ്ച് SCR ഓഫ് ആവാൻ വേണ്ട മിനിമം കറൻറ്റ്, ആ കറൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡിംഗ് കറൻറ്റ്. അപ്പോൾ ലാച്ചിങ് കറൻറ്റ്, ഹോൾഡിംഗ് കറൻറ്റ് മനസ്സിലായി. നമുക്കിവിടെ വേണ്ട എന്താ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഓഫ് SCR. ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് നിങ്ങൾക്ക് 4 മാർക്ക് തരുന്നത്. ദെൻ ബാക്കിയുള്ളതാണ് ഇവിടെ പറയുന്നത്. SCRൻ്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ പറയുന്നത്. ഒരു ആനോഡുണ്ട്, ഒരു കാഥോഡുണ്ട്, ആനോഡും കാഥോഡും ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് P ടൈപ്പ് മെറ്റീരിയൽ, N ടൈപ്പ്, P ടൈപ്പ്, N ടൈപ്പ്. ദെൻ ഇതാണ് SCRൻ്റെ സിമ്പൽ പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും Pയും Nഉം വരുന്നിടത്ത് ഇവിടെ ഒരു റീജിയൻ, ഒരു ബയാസ്ഡ് റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു ബയാസ്ഡ് റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു ബയാസ്ഡ് റീജിയൻ ഉണ്ട്. അതിന് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയും. J1 ജംഗ്ഷനും J2, J3 എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ പോസിറ്റീവ് സപ്ലൈയും ഇവിടെ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നതെന്ന് എഴുതാം. അപ്പോൾ ഈ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഡയോഡ് ഈ ഒരു SCR കണ്ടക്ട് ചെയ്യൂലേ, J1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജംഗ്ഷൻ എന്താണ്, ഫോർവേഡ് ബയാസ് ആയിരിക്കും. പോസിറ്റീവ് സപ്ലൈ P ടൈപ്പിൽ ഫോർവേഡ് ബയാസ് ആയിരിക്കും. ദെൻ നെഗറ്റീവ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് N ടൈപ്പിൽ. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വരുന്ന സപ്ലൈ ഇത് കടന്ന് ഇവിടെ വരെ എത്തും, ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യില്ല. കാരണം റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ അവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരേക്ക് വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും, ഈ ഒരു റീജിയൻ വരെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇങ്ങോട്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നൊരു സാധനമുണ്ട്, ഗേറ്റ് പൾസ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഗേറ്റ് പൾസും കൂടി കൊടുക്കുകയാണ്. ആ ഗേറ്റ് പൾസിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. അപ്പോൾ ഇത്രയും ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായിരുന്ന സാധനം എന്ത് ചെയ്യും, ഇത്ര ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഒരു തടസ്സമായിട്ട്, അതെന്ത് ചെയ്യും, വളരെ നാരോ ആയിട്ട് ഒരൊറ്റ ലൈനായിട്ട് എന്ത് ചെയ്യും, കുറയും. ഒരൊറ്റ ലൈനായിട്ട് ഇങ്ങോട്ട് കുറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു എനർജി അപ്ഗ്രേഡും കൂടി കൊടുത്താൽ ഇതെന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് പോയി. ഇവിടെ എത്തിയാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത റീജിയൺ ഫോർവേഡ് ബയാസ്ഡാണ്, അത് കണ്ടക്ട് ചെയ്തിട്ട് കാഥോഡിലോട്ട് പോയിക്കോളും. അപ്പോൾ ആ ഒരു ബൂസ്റ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ആണ് കാഥോഡ്, കാഥോഡല്ല ഗേറ്റ്. ദെൻ ഇവിടെ നമുക്ക് എഴുതേണ്ട കാര്യം ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് മോഡ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഫോർവേഡ് കണ്ടക്ഷൻ്റെ മുമ്പ് ഒരു മോഡുണ്ട്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ദെൻ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ദെൻ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. എന്താണ് ഇതെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമുക്ക് പറയേണ്ടത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ ഗേറ്റ് പൾസ് ഒന്നും കൊടുത്തിട്ടില്ല, ഇതേ സർക്യൂട്ട് തന്നെ ഗേറ്റ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ സപ്ലൈ ഒന്നുമില്ല. ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവും കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന സപ്ലൈ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇങ്ങോട്ട് പാസ് ചെയ്യില്ലല്ലോ, അങ്ങോട്ട് പാസ് ചെയ്യാതെ ഇരിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റായിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങോട്ട് സപ്ലൈ വന്നാലല്ലേ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരേക്കുള്ള സപ്ലൈ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്.
ദെൻ നമ്മൾ ഇവിടുത്തെ എനർജി ലെവൽ വോൾട്ടേജ് എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചെയ്യാതെ ഇതിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം അതിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ദെൻ അടുത്ത കണ്ടക്ഷൻ ഫോർവേഡ് കണ്ടക്ഷനാണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇവിടെ ഗേറ്റ് പൾസ് കൊടുക്കുകയാണെന്ന് കരുതാം. ഗേറ്റ് പൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യൂലേ, ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ദെൻ അടുത്തൊരു ഓപ്പറേഷനാണ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഇതുവരെ നമ്മൾ കൊടുത്തത് എന്തായിരുന്നു, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോഴത്തെ കാര്യം നോക്കിയാൽ ഈ നെഗറ്റീവ് പി ടൈപ്പിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ J1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇവിടെ എന്തായിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അടുത്തതോ ഇവിടെ ഇവിടെ പോസിറ്റീവ് അല്ലായിരുന്നു, പോസിറ്റീവ് എന്നിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ദെൻ ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ജംഗ്ഷൻ മാത്രം എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെ വരുന്ന സപ്ലൈ ഇങ്ങോട്ട് കടക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. അത് കടന്നു കിട്ടിയാൽ എന്ത് ചെയ്യും, ഇത്രയും പാസ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും കടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊരു ബ്ലോക്കിംഗ് ആണ്. ഇവിടെ എന്ത് ചെയ്ത് ആദ്യം ഒരു ബ്ലോക്കിംഗ് വന്ന്, ഇവിടെ വീണ്ടും ഒരു ബ്ലോക്കിംഗ് വന്ന്, പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് SCRൻ്റെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, ഓപ്പറേഷൻ ഓഫ് SCR ആണ്. ഡ്രോ ദി എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഓഫ് XCR. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത്. ദെൻ ഇത്രയാണ് നിങ്ങളുടെ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഓർ ക്വസ്റ്റ്യൻ അടക്കം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.